ആകാശവാണി. ജില്ലാ വൃത്താന്തം. ഇന്ന് കൊല്ലം ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി നീരജ് ലാൽ. വിദ്യാലയങ്ങളിലെ പ്രവേശനോത്സവം നവാഗതർക്ക് ആഹ്ലാദം പകർന്നു. മധുരവും കളിപ്പാട്ടങ്ങളും നൽകിയാണ് അധ്യാപകർ കുരുന്നുകളെ വരവേറ്റത്. പഴയാറ്റിൻകുഴി വിമലഹൃദയ സ്പെഷ്യൽ സ്കൂൾ, പനയം ബഡ് സ്കൂൾ എന്നിവിടങ്ങളിലെ പ്രവേശനോത്സവം ജില്ലാ കളക്ടർ ആനി ജൂല തോമസ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ശിശുക്ഷേമ സമിതി ശിശുപരിചരണ കേന്ദ്രത്തിലെ 17 കുട്ടികൾ ഗവൺമെന്റ് ടൗൺ UP സ്കൂളിൽ പ്രവേശനം നേടി. ജില്ലാതല സ്കൂൾ പ്രവേശനോത്സവം അഞ്ചൽ കരുകോൺ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് R ലതാദേവി ഉദ്ഘാടനം ചെയ്തു. അങ്കണവാടി പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ബിന്ദു കൃഷ്ണ നിർവഹിച്ചു. ശിശുവികസന വകുപ്പ് തയ്യാറാക്കിയ കുഞ്ഞൂസ് കാർഡ്, കുഞ്ഞുങ്ങൾക്കുള്ള വെൽക്കം കിറ്റ് എന്നിവയുടെ വിതരണവും മന്ത്രി നിർവഹിച്ചു. വനിതാ ശിശുവികസന വകുപ്പ് ഉദ്യോഗസ്ഥർ, അങ്കണവാടി ജീവനക്കാർ, രക്ഷിതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ജില്ലാ വികസന സമിതി യോഗം ചേർന്നു. മഴക്കാല മുന്നൊരുക്കങ്ങൾ അടിയന്തരമായി നിർവഹിക്കാൻ നിർദ്ദേശം നൽകി. മന്ത്രിമാരായ ഷിബു ബേബി ജോൺ, ബിന്ദു കൃഷ്ണ, കളക്ടർ ആനി ജൂല തോമസ് എന്നിവർ പങ്കെടുത്തു. ദേശീയപാത നിർമ്മാണം നടക്കുന്ന ചാത്തന്നൂർ, മൈലക്കാട് എന്നീ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് ദേശീയപാത അതോറിറ്റിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മുണ്ടയ്ക്കൽ പാപനാശനത്ത് ചുഴലിക്കാറ്റ് നാശനഷ്ടങ്ങളുണ്ടാക്കി. തീരമേഖലയായ ഇവിടെ കഴിഞ്ഞ ദിവസം സന്ധ്യയ്ക്കാണ് ചുഴലി വീശിയത്. വീടിന് പുറത്തും കടലോരത്ത് നിന്നവർ ശബ്ദം കേട്ട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് ഓടിക്കയറിയതിനാൽ അത്യാഹിതം ഒഴിവായി. നിരവധി വീടുകളുടെ മേൽക്കൂരകൾക്കും ജനലുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു. കളീക്കൽ അംഗൻവാടിയുടെ മേൽക്കൂര ചുഴലിക്കാറ്റിൽ തകർന്നു. ആദ്യഘട്ട സെൻസസ് പ്രവർത്തനങ്ങൾക്ക് മുന്നോടിയായി ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലനം ആരംഭിച്ചു. സൂപ്പർവൈസർമാർക്കും എന്യൂമറേറ്റർമാർക്കുമുള്ള പരിശീലനമാണ് വിവിധ കേന്ദ്രങ്ങളിലായി ആരംഭിച്ചത്. താലൂക്കുകളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനിലുമായി 123 ബാച്ചുകൾക്കാണ് പരിശീലനം. ഈ മാസം 8 മുതൽ 22 വരെ കൊല്ലം, കൊട്ടാരക്കര താലൂക്കുകളിൽ പ്രതിദിനം 6 ബാച്ചുകൾ വീതം 24 ബാച്ചുകൾക്ക് പരിശീലനം നൽകും. പുതിയ അധ്യയന വർഷാരംഭത്തോടനുബന്ധിച്ച് സ്കൂളുകളുടെ ഭൗതിക സാഹചര്യങ്ങൾ വിലയിരുത്താൻ ജില്ലാ കളക്ടർ ആനി ജൂല തോമസ് ഏതാനും സ്കൂളുകൾ സന്ദർശിച്ചു. മഴക്കാലത്തിന് അനുയോജ്യമാകുന്ന വിധത്തിൽ സ്കൂൾ കെട്ടിടങ്ങളിലെ സൗകര്യങ്ങൾ ക്രമീകരിക്കാൻ നിർദ്ദേശിച്ചു. കെട്ടിടങ്ങളുടെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കാനും സാംക്രമിക രോഗങ്ങൾ പടരാതിരിക്കാൻ പരിസര ശുചിത്വം ഉറപ്പാക്കാനും നിർദ്ദേശം നൽകി. ചുമതലയുള്ള വകുപ്പുകൾ കൃത്യതയോടെ പരിശോധനകൾ നടത്തി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വിതരണം വേഗത്തിലാക്കാനും നിർദ്ദേശിച്ചു. രണ്ടാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലത്തിൽ ജില്ലയ്ക്ക് 78.79 വിജയശതമാനം. ജില്ലയിൽ 133 സ്കൂളുകളിൽ നിന്നായി 25,137 പേർ പരീക്ഷ എഴുതി. ഇതിൽ 19,805 വിദ്യാർത്ഥികൾ ഉന്നത പഠനത്തിന് അർഹരായി. 2,506 പേർ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടി. ഓപ്പൺ സ്കൂൾ വിഭാഗത്തിൽ 47 വിജയശതമാനം. 683 പേർ പരീക്ഷ എഴുതിയതിൽ 321 പേർ ഉന്നത പഠനത്തിന് അർഹരായി. 11 കുട്ടികൾ എല്ലാ വിഷയത്തിലും A+ നേടി. VHSC വിഭാഗത്തിൽ 77.76% വിജയം. കരുനാഗപ്പള്ളി JF കെന്നഡി മെമ്മോറിയൽ VHS സ്കൂൾ 100% വിജയം നേടി. ജവഹർ ബാലഭവനിലെ അവധിക്കാല കലാപരിശീലന ക്ലാസുകൾക്ക് സമാപനമായി. നൃത്തം, വയലിൻ, ഗിറ്റാർ, മൃദംഗം, ശാസ്ത്രീയ സംഗീതം, ചിത്രരചന, ലളിത സംഗീതം തുടങ്ങി 14 വിഷയങ്ങളിലായി 300ഓളം കുട്ടികൾക്കാണ് പരിശീലനം നൽകിയത്. ക്ലാസുകൾ പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. ജില്ലയിൽ നടപ്പാക്കുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ ദിശ അവലോകന യോഗത്തിൽ നിർദ്ദേശം നൽകി. 47 പദ്ധതികളുടെ പുരോഗതി യോഗം വിലയിരുത്തി. ദേശീയ ആരോഗ്യ ദൗത്യം, അമൃത് തുടങ്ങിയ പദ്ധതികളുടെ വിശദ വിശകലനത്തിനായി ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും സാന്നിധ്യത്തിൽ അടിയന്തര യോഗം ചേരുന്നതിനും തീരുമാനിച്ചു. ചവറയിൽ 30 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന അർബുദ ചികിത്സാ കേന്ദ്രം പദ്ധതിയുടെ അന്തിമ അംഗീകാരത്തിന് അടിയന്തര നടപടി സ്വീകരിക്കാനും നിർദ്ദേശം നൽകി. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ വേതനമായി 24 കോടി രൂപയും ആസ്തി വികസനത്തിനായുള്ള നിർമ്മാണ ചെലവിനായി 36.84 കോടി രൂപയും അനുവദിക്കുന്നതിനുള്ള നടപടികളും വേഗത്തിലാക്കും. PMGSY റോഡുകളുടെ നിർമ്മാണം പൂർത്തിയാക്കാൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർക്കും നിർദ്ദേശം നൽകി. ജില്ലാ വൃത്താന്തം സമാപിച്ചു.